കിട്ടാഞ്ഞിട്ട് കാത്ത് സ്വർഗം കൊണ്ട് നിൽക്കുന്നവനാണല്ലോ. ആൾ കിട്ടിയിട്ട് ഒപ്പിക്കാൻ നിൽക്കുന്നവനല്ല. അവൻ സൃഷ്ടിച്ചവരും മുഴുവനും നന്നായാലും അവൻ്റെ കയ്യിൽ സ്വർഗം ബാക്കിയാവും. എന്നിട്ടും സൃഷ്ടിച്ചതിൽ ഭൂരിഭാഗവും നാശാകുക ചെയ്തത്. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? ഇത് പറയാനുള്ള കാരണം ഈ 10 റഹ്മത്തിൻ്റെ 10. തറാവി നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് റഹ്മത്ത് ചോദിക്കാനാണ്. തറാവി നിസ്കരിക്കേണ്ടതല്ല, നിസ്കരിച്ചോളി, പക്ഷെ അതിനേക്കാളും വലുത് റഹ്മത്ത് ചോദിക്കാനാണ്. നമ്മൾ അതിൻ്റെ ഇടയിൽ ഉള്ള ദിക്റില്ല, അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മാൻ. അപ്പം നമ്മൾ വെള്ളം കുടിക്കാൻ പോകും, അല്ലെങ്കിൽ നമ്മൾ മുദ്രിക്കാൻ പോകും. ഇതാണ് മർമ്മം. ഏത്? അല്ലാഹുമ്മ റഹ്മനി. ഇതാണ് മർമ്മം. അതിനേക്കാൾ വലിയ ഒന്നുമില്ല. ഇത് നിസ്കരിച്ചിട്ട് ചോദിക്കാനാണ് പറഞ്ഞത്. നിസ്കരിക്കണ്ട, ചോദിച്ചാളാം. നിസ്കരിക്കണ്ട, ചോദിച്ചാളാം. ഫർള് നിസ്കരിക്കണ്ട എന്നല്ല പറഞ്ഞതിനർത്ഥം. ഫർള് നിസ്കരിച്ചോ, എൻ്റെ കയ്യിൽ നിന്ന് സുന്നത്ത് വന്നില്ല, പ്രശ്നമാക്കണ്ട. നിസ്കാരം തഹജ്ജുദ് നിസ്കരിച്ചൊന്നുമില്ല, പക്ഷെ അതിനേക്കാൾ വലിയൊരു സുന്നത്തുണ്ടല്ലോ. ഏത്? ദുആ. ഒരു തഹജ്ജുദ് കൊടുക്കത്തൂല. മനസ്സിലാണ്ട് പറഞ്ഞത്. അള്ളാഹിൻ്റെ കയ്യിൽ അള്ളാഹു പടച്ച ജനം മുഴുവനും സ്വർഗത്തിലേക്ക് വരികയാണെങ്കിലും സ്വർഗത്തിലിടാൻ ബാക്കിയ എങ്കിൽ കുറഞ്ഞ ആളെ വന്നുള്ളൂ. അപ്പം എന്തിനെ പേടിക്കണം? ലൗ യഅലമുൽ കാഫിർ, കാഫിർ അറിഞ്ഞിരുന്നുവെങ്കിൽ മാ ഇൻദല്ലാഹി മിനർ റഹ്മ, അള്ളാഹുവിൻ്റെ കയ്യിലുള്ള റഹ്മത്തിൻ്റെ അളവ് അറിഞ്ഞിരുന്നുവെങ്കിൽ മാ ഖനത ഫി ജന്നതിഹി, അവൻ അള്ളാഹിൻ്റെ സ്വർഗത്തിൽ ഒരിക്കലും ആശമുറിയുകയില്ല. അതായത് ഏത് കാഫിർ എന്ത് പറഞ്ഞാൽ മതി, എന്ത് പറഞ്ഞാൽ മതി, പഠിച്ചോനെ ഞാൻ നിന്നെ അംഗീകരിച്ചു, നീ എനിക്ക് മാപ്പാക്കണം, ബസ്. ഒറ്റ വാക്ക്. വളരെ ഇതിന് എന്താ പറഞ്ഞേ? എങ്കിൽ നമ്മൾ എന്തിനാ ചോദിക്കാക്കണം? ഏറ്റവും വലിയ ഇബാദത്ത് ചോദിക്കലാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ മുഹുൽ ഇബാദ. ആരാധനയുടെ മജ്ജ ദുആയാണ്. യഥാർത്ഥ ആരാധന ദുആയാണ്. ഒന്നും കൂടി പറയും, അദ്ദുആഉ ഹുവൽ ഇബാദ. യഥാർത്ഥത്തിൽ ദുആയാണ് ആരാധന. അദ്ദുആഉ മുഹുൽ ഇബാദ, ആരാധന മജ്ജ ദുആയാണ്. നോമ്പിൻ്റെ ഇടയെ കയറ്റിയത് ദുആയാണ്. ദുആക്ക് മറക്കണ്ട. തഹജ്ജുദ് നിസ്കരിച്ചില്ലേ, നിനക്ക് തിരക്കായി, അല്ലെങ്കിൽ എന്തോ കാരണം ക്ഷീണായി, അല്ലാഹു തഹജ്ജുദ് നിസ്കരിച്ചില്ല, അല്ലെങ്കിൽ തറാവീഹ് നിസ്കരിച്ചില്ല, നിസ്കരിക്കാക്കാൻ വേണ്ടി പറയല്ല. പക്ഷെ അതല്ല മർമ്മം എന്ന് പറയാണ്. അത് ഞങ്ങളോട് ഉറപ്പിച്ച് പറയാണ്, അതൊന്നുമല്ല മർമ്മം. ഇങ്ങോട്ട് കണ്ണ് തുറന്ന് നോക്കട കുട്ടി, അതിനല്ല ഞാൻ ഇവിടെ വന്നിരിക്കണത്. ഇവിടെ തറാവീഹ് സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? തറാവീഹ് സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? നിർത്താനല്ല പറയാ. തറാവീൻ്റെ ഹദീസ് എങ്ങനെയാ? കാലം വരെ ഓതിയ ഹദീസ് എങ്ങനെയാ? മൻ ഖാമ റമളാന ഈമാനൻ. ഈമാനാണ്. ദുആക്കോ ഒന്നും വേണ്ട, ദുആനെയാണ് ഈമാൻ. ഈമാനോടുകൂടി തറാവീഹ് നിസ്കരിക്കണം. ദുആക്കോ ദ്വാർക്ക എന്നുള്ളതാണ് ഈമാൻ്റെ മദ്ഹബ്. ദ്വാർക്കുന്ന എന്തുകൊണ്ടാ? എനിക്ക് ഈമാനുള്ളതുകൊണ്ടാ. പറഞ്ഞില്ല, പറഞ്ഞ് മനസ്സിലായില്ല. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ദുആയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? മൻഖാമ, ഇക്കാലം വരെയുള്ള ഇമാമിയങ്ങളൊക്കെ തറാവീനെ പറ്റി എഴുതി ഹദീസ് ഇതാണ്. മൻഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. അപ്പൊ നിനക്ക് ദുആ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിനക്ക് എന്തുണ്ട്? ഈമാൻ ഉറപ്പിച്ചോ. നിനക്ക് ദുആ ഇല്ലെങ്കിൽ ഉറപ്പിച്ചോ, നീ ഈമാൻ എന്ന് വളരെ അകലെയാണ്. ഓരോ അടിക്കും ദുആക്കുണ്ടോ അത്ര ഈമാനുണ്ട്. നിങ്ങൾ ഈ ആയത്തുകളെല്ലാം നോമ്പിനെ പറ്റി പറഞ്ഞിട്ട് ഇടയിൽ നിസ്കരിക്കുന്നു പറഞ്ഞോ? പറയാം കുട്ടി. അൽ-ബഖറ 183. ഞാൻ നോമ്പിനെ പറ്റി അറിയണം കേട്ടോ, അല്ലാതെ തഹജ്ജുദിന് വേറെ ആയത്തില്ല എന്നല്ല. നോമ്പിനെ പറ്റി പറഞ്ഞ ആയത്തിന്റെ കൂട്ടത്തിൽ 50 മനസ്സിലായില്ലേ? 183 യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം. 184 അയ്യാമ മഅദൂദാത്ത്. മുസാഫ് എടുത്ത് ഇവിടെ വന്നിരിക്കും. 185 ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. 187 ഉഹില്ല ലക്കും ലൈലത്ത സിയാമി റഫത്തു ഇലാ നിസായിക്കും. 186 185ന്റെ 7ന്റെ ഇടയിൽ 186. എന്ത്? വഇദാ സഅലക ഇബാദി. എവിടെയെങ്കിലും സ്ഥലത്ത് നിസ്കരിക്കുന്നു പറഞ്ഞു? എവിടെയെങ്കിലും സ്ഥലത്ത് തറാവീഹ് നിസ്കരിച്ചു?
നോമ്പിന് നിങ്ങൾ കാര്യമായി എടുക്കേണ്ട പറഞ്ഞ തറാവിയാന്ന് പറഞ്ഞോ. നിസ്കരിക്കണം, അത് പ്രധാനപ്പെട്ട കാര്യം തന്നെ. പക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് എന്ത്? ഖുർആന്റെ ആയത്താണ്. ദ്വാർന്നോളി. ഞാൻ നിസ്കരിച്ചില്ല, ദ്വാർന്നോ. ന്യൂറ്റൻ ഫർള നിസ്കരിക്കൂല. ഓൻ ആദ്യം ചെയ്യാനുള്ള പണി എന്താ? പടച്ചോനെ ചെയ്ത് നന്നാക്കി തരണം, പിന്നെ നിസ്കാരം തുടങ്ങുള്ളൂ. പിന്നെ നിസ്കാരം തുടങ്ങിയിട്ടേ കാര്യമുള്ളൂ. ഒരുത്തൻ നിസ്കാരമില്ല, ലൂറും അസുറും ഒന്നുമില്ല എങ്കിൽ ആദ്യം അള്ളാഹുവിൽ പ്രവേശിക്കുക എങ്ങനെ? റബ്ബേ എനിക്ക് നിസ്കരിക്കണം, എനിക്കതിന് പൂജയാണ്, ജിന്നൊന്ന് നന്നാക്കി തരണം, ജിന്ന നല്ലൊരു കൂട്ടത്തിലാക്കി തരണം. ആദ്യം തുടങ്ങുക എന്താ? ദുആയാണ്. പിന്നെ നിസ്കാരം തുടങ്ങുക. അങ്ങനെ നിസ്കാരം തുടങ്ങിയാലേ നിസ്കാരം കോലത്തിലാവുള്ളൂ. ഗൾഫിൽ പോയി ഏതോ തമ്മാടികളെ റൂമിൽ പെട്ടു, നിസ്കാരമൊക്കെ ഉള്ളതായിരുന്നു. പിന്നെ നിസ്കാരം മുടങ്ങി. പിന്നോന് ബോധം വരും. ബോധം വരുമ്പോ എന്താ ആദ്യം തുടങ്ങുക? റബ്ബേ പേശല്ലോ, റബ്ബേ മാപ്പാക്ക്, റബ്ബേ ഇന്ന നിസ്കാരക്കാർ റൂമിലാക്കിക്കൊണ്ട്, റബ്ബേ എനിക്ക് ഇവരെ കൂട്ടത്തിനത് ചെയ്യാൻ കഴിയൂലല്ലോ റബ്ബേ. ആ ദുആ അവനെ എവിടെ എത്തിക്കും? നിസ്കാരക്കാരെ കൂട്ടത്തിലേക്ക് എത്തിക്കും. കഫീൽ പിറ്റേന്ന് പറഞ്ഞു ഇവിടെ കൂടിക്കോ, ഞാൻ കൊണ്ടോ, എനിക്കൂടെ ആലീസിന്റെ പണിയും കൂടി തരാം. ഇപ്പൊ ഈ നിസ്കാരം കരിച്ചിലും ആരും അറിയില്ല. എന്റെ അടിസ്ഥാനം എന്തുമല തുടങ്ങിയ നിസ്കാരത്തുമല്ലടാ തുടങ്ങിയ. ആദ്യം എന്തുമല തുടങ്ങിയ ദ്വാ. അത് വിടണ്ട, വിടണ്ട. ഒറ്റ നിസ്കരിച്ചില്ല, മരിക്കണവരെ നിസ്കരിച്ചില്ല. മരിക്കണതിന് മുമ്പ് എന്ത് പറഞ്ഞു? റബ്ബേ മാപ്പാക്കണേ. ഞാൻ ഒരായത്തിന് തഫ്സീർ പറഞ്ഞുതരാം. ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു, ആയത്ത് പറഞ്ഞു. ആയത്ത് ഓദിക്കാം. തഫ്സീർ പറഞ്ഞാൽ തഫ്സീറാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് على النبي صلى الله إله إلا الله حسبي ربي جل الله ഓത് 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 ഓത്. സുമർ 53 ഓത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. അള്ളാഹുവിലേക്ക് ആഗ്രഹിപ്പിക്കുന്ന ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തിലാണ്. അള്ളാഹുവിലേക്ക് ആഗ്രഹിപ്പിക്കുന്ന ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തിലാണ്. قل يا عبادي الذين أسرفوا قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. ഖുർആനിലെ അള്ളാഹുവിലേക്ക് ആഗ്രഹിപ്പിക്കുന്ന ഏറ്റവും വലിയ ആയത്താണ്. ഖുൽ നബിയെ തങ്ങൾ പറയുക, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തിന്റെ മേൽ അതിരുവിട്ട് പ്രവർത്തിച്ചവരെ, ലാ തഖന, അതിരുവിട്ട് പ്രവർത്തിച്ചവരെ, തോന്നിയാസൊക്കെ ചെയ്തവരെ, കണ്ടോടത്തൊക്കെ കയറിയോലെ, കണ്ടോലൊക്കെ കട്ടവരെ, കണ്ടോനൊക്കെ പുലിയാടിയോരെ, തോന്നിയാസൊക്കെ ചെയ്തവരെ, എന്നാലും ലാ തഖനതു മിൻ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅൻ, എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരും. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി അല്ലാഹുവിലേക്ക്. സുബ്ഹാനല്ലാഹ്. ഇതാരാ പറയാ? ഇതാരാ പറയാ? ഇതാരാ പറയാ? ഏതോ ഒരുത്തൻ്റെ കൂടെ പോയ ഒരു ഏട്ടത്തിയെക്കുറിച്ച് അനുജത്തി ഈ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു, അവളോട് ഞങ്ങൾ ഷർത്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെ വരാൻ പറ്റൂല. ഇപ്പോൾ അവളെ ഭർത്താവ് ആക്സിഡൻറ്റിൽ മരിച്ചു, അവൾ വേറൊരുത്തൻ്റെ ഒപ്പം പോയി ആക്സിഡൻറ്റിൽ മരിച്ചു. ഓക്കിനി ഇവിടെ മുതലുണ്ട്, അപ്പോൾ മുതൽ കിട്ടണം, ഇവിടെ വരണം. ഞങ്ങൾ പറഞ്ഞു മുതൽ തരൂല, മുതൽ തരണമെങ്കിൽ ഇയാൾ മുഴുവൻ ചേഞ്ചായി ഞങ്ങൾക്ക് ബോധ്യപ്പെടണം, അല്ലാതെ തരൂല. ഞങ്ങൾക്ക് ഉറപ്പിക്കണം, എന്നെപ്പറ്റി നാട്ടുകാർ മുഴുവൻ പറയണം, ഞാൻ നല്ല ആളാണ്, എന്നാ തരും, നീ തരില്ല.
മനസ്സിലാവുണ്ട് പറഞ്ഞത്. അള്ളാഹ് അങ്ങനെയില്ല. മാപ്പാക്കണം റബ്ബേ അപ്പോൾ ഇങ്ങനത്തെ ഒരാളുണ്ടായിട്ട് ഒരാൾ നരകത്ത് കിടക്കുകയാണെങ്കിൽ അവനെക്കാളും വലിയ വെട്ടി ആരായിരിക്കും? നിങ്ങൾ എന്താ മനസ്സിലാക്കട്ടെ. ഞാനെന്താ ഈ ക്ലാസ്സിൽ നരകത്തിനെ പറ്റി പറയാത്തത്? നരകമൊന്നും ഒന്നുമല്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ചേർത്ത്. അള്ളാഹുവിൻ്റെ റഹ്മത്തെ പഠിക്കേണ്ടത്. നരകമില്ല എന്നല്ല, നരകമുണ്ട്. പക്ഷെ നിനക്കെന്ത് നരകമാണ്? അള്ളാഹിൻ്റെ അടിമല്ലേ? 999 വണ്ടി കാണുമ്പോഴത്തേന് സൗദി അറേബ്യയിൽ ജീപ്പാണ്. എന്തിനാ? എൻ്റെ പാസ്പോർട്ട് ക്ലിയർ അല്ലേ? എന്താണ് പാസ്പോർട്ട്? നിസ്കാരം നോമ്പല്ല. അതും ഒരിക്കലും ഒഴിവാക്കൂല. നിസ്കാരം അള്ളാഹ് സ്വീകരിച്ചു ഉറപ്പൊന്നുമില്ല. ആ നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ ഇത് ഓർക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ മക്കളെ? നമ്മളെ മൂലധനം എന്തല്ല? നിസ്കാരം നോമ്പല്ല, പിന്നെന്താണ്? ദുആ. നിസ്കാരം സ്വീകരിക്കണം, ദ്വാർക്കണം. നോമ്പ് സ്വീകരിക്കണം, ദ്വാർക്കണം. മനസ്സിലായില്ല? ചിന്തിക്ക്. പറഞ്ഞ മനസ്സിലായോ? ഒരുത്തൻ ഇഖാമല്ല, അവൻ സൗദി അറേബ്യയിൽ ഇഖാമല്ലെങ്കിൽ പോലീസ് വണ്ടി ഉണ്ടാ പായുമല്ലോ. ഇഖാമല്ല. ഒരുത്തനോ ഇഖാമുണ്ട്, ഒറിജിനൽ ഇഖാമ, കഫീലിൻ്റെ ഓഫീസ് ഇതാണ്, അവൻ്റെ പരിസരത്താണ് അവൻ പണിയെടുക്കുന്നത്. അപ്പോൾ പോലീസ് വണ്ടി വന്ന് അവിടെ നിർത്തി, അവനെന്താ വിചാരിക്കുക? കഫീലിനോടെന്തോ സംസാരിക്കണ്ടാവും. ഇന്നേ മനസ്സിലാക്കൂല. എന്തുകൊണ്ട്? ഇവൻ്റെ കയ്യിലുള്ളത് ക്ലിയറാണ്. പിന്നെന്താ പ്രശ്നം? ഇതന്നെ നമ്മളൊക്കെ നേരകണ്ടായിക്കോട്ടെ, നനക്കണ്ട. ഞാനൊരു 15 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഖബർ ശിക്ഷയെ പറ്റി വേറെ പറഞ്ഞിട്ടില്ല. 15 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ചില നാട്ടുകാരൊക്കെ പറയും ഒരു ഖബർ ശിക്ഷയെ പറ്റിയൊരു വേറെ പറയും. മുന്നിലെ ഒരു പിരിവിന ഒരിക്കൽ പള്ളി കുളിച്ചെന്നാക്കണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്യും? ഖബർ ശിക്ഷനെ കൊണ്ട് വയൽ പറയിപ്പിച്ചാൽ എന്താണ്? ജനങ്ങൾ പേടിച്ചിട്ട് പൈസ തരും. ഖബർ ശിക്ഷനെ പറ്റി വല്ല വയലും പറയുകയാണെങ്കിൽ ഓലോടാ പറയേണ്ടത്. ആരോട്? കമ്മിറ്റിക്കാരോട്. പാതുക്കളോട് എന്താ ഖബർ ശിക്ഷനെ പറ്റി പറയേണ്ടത്? വല്ല ശിക്ഷ ഉണ്ടാക്കുകയാണെങ്കിൽ കമ്മിറ്റിക്കാർക്ക് ഉണ്ടാവും, പുറത്തു പറയണ്ട. മനസ്സിലായോ? പറഞ്ഞ ചിന്തിക്ക്. ഞാൻ പറയില്ല, ഞാൻ വേറെ എന്തെങ്കിലും കൊഴിഞ്ഞു മാറും. ഖബർ ശിക്ഷ ഇല്ലാത്തതുകൊണ്ടല്ല. എനിക്കും നിനക്കെന്ത് ഖബർ ശിക്ഷ? അള്ളാഹുവിൻ്റെ എന്തുകൊണ്ട്? നിസ്കാരം നോമ്പല്ല. എന്നെ രക്ഷപ്പെടുത്തണം ഞങ്ങൾ രാവുമ്പോൾ ആരോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാ, എന്താ ആലോചിക്കാത്ത? എനിക്ക് ഈ ക്ലാസ് തുടങ്ങിയ ശേഷം എടുത്തായിരിക്കും പഠിച്ചവൻ രക്ഷപ്പെടുത്തും. ഞാൻ നന്നായിട്ടല്ല, ഞാൻ നല്ലവനല്ല, പക്ഷെ അള്ളാഹ് നല്ലവനാണ്. അള്ളാഹ് നമ്മളെ നോക്കിയല്ലേ വിധിക്കണത്, അവൻ നോക്കിയല്ലേ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാക്കി. നിങ്ങളും മനസ്സിലാക്കിക്കോളി. ഈ 10 ദിവസം മൊത്തം ദ്വാർന്നാലും അതായിരിക്കും നല്ലത്. ദ്വാർക്കന്നെ പഠിച്ചോണ്ട് ജില്ല രക്ഷപ്പെടുത്തണം. അതന്നെ, വേറൊന്നും പറയണ്ട. ചിലവര് തറാവീസ്കരിക്കും, ദ്വാർക്കരിക്കൂല, ഓൻ പോയി മർമ്മത. ചിലർ ക്ലാസ്സിൽ ഇരിക്കും, ദ്വാർക്കൂല, പോയി. ദ്വാരല്ലട എങ്ങായി മർമ്മം. ഒന്നുകൂടി ഓതി മോനെ. എൻ്റെ അടിമകളെ അസ്രഫ്, അവർ അതിര് വിട്ടുപോയി. അല്ല അംഫുസീം, സ്വന്തം നഫ്സിന്റെ മേൽ അതിര് വിട്ട് കടന്നു. അതായത് തോന്നിയാസം പള്ളർച്ച ചെയ്തു, കട്ടു, വ്യഭിചരിച്ചു, കൊന്നു. 100 ആളെ കൊന്നിട്ടല്ലേ അള്ളാഹുവിനെ സ്വർഗത്തിലാക്കി. കൊല്ലാൻ വേണ്ടി കത്തിയെടുത്തു. അക്കാൻ വേണ്ടി പറയല്ല, കത്തിയണക്കാൻ പറയല്ല. അങ്ങനെ ഒരാൾ ഈ കൂടുതലില്ല. ഒരാളെ കല്ലാൻ കഴിയണവരുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അള്ളാഹുവിനെ നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇനി അങ്ങനെ വന്നാൽ പോലും പേടിക്കണ്ട. കൊല്ലപ്പെട്ടവനും സ്വർഗത്തിലാവും, കൊന്നവനും സ്വർഗത്തിലാവും. ഇപ്പൊ ഈ 100 ആളെ കൊന്നൊരു മനുഷ്യനുണ്ടല്ലോ, ഈ 100 ആളെ കൊന്ന ആളുകളിൽ സ്വാലിഹ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ മനുഷ്യൻ ഏതായാലും അവിടെ പെടുത്തി. എന്താണ് ഉറങ്ങുന്നത്? ബുഖാരിയിലും മുസ്ലിമിലും ഇല്ലേ? ഈ മനുഷ്യൻ എവിടെ എത്തി? 100 ആളെ കൊന്നിട്ടും അയാൾ അള്ളാഹിനോട് മാപ്പ് പറഞ്ഞ് കഷ്ടപ്പെട്ട് മാപ്പ് പറഞ്ഞു. അപ്പൊ അയാൾ എവിടെ എത്തി? സ്വർഗത്തിലെത്തി. ഇയാൾ കൊന്ന ആളുകളുണ്ടല്ലോ, അവരോടുണ്ടാവും സ്വർഗത്തിൽ. ഇപ്പോഴത്തെ ആളെയും തമാശ. എൻ്റെ പെണ്ണുങ്ങളെ കൊണ്ട് ഒരു സുഖം ഉണ്ടായില്ല. അപ്പോഴാണ് ജിന്നയുടെ കൊന്നത്. അതോടുകൂടി ഞാനാണ് പ്രായത്തിലായി. അപ്പൊ മറ്റവനും പറയും എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്, ഞാനിപ്പോൾ നിങ്ങളെ കൊന്നേ ഉള്ളൂ, എനിക്കെന്നെ പെരയിൽ പിരാന്ന് പിടിച്ചിട്ടാണ് ഞാൻ കത്തിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞാനുമാണ് മരിച്ചു. അവസാനം എനിക്കും സന്തോഷമായി. കൊന്നോനും സ്വർഗത്തിൽ. എന്തുകൊണ്ട്? ഇവരെ നിസ്കാരോ, ഇവരെ നോൻപോ, ഇവരെ ബയർലോ? പറയാ ഇപ്പൊ ബയർലാന്ന് പറഞ്ഞാ ബയർലോ? എന്ത് ബയർലോ? എന്ത്? അള്ളാഹുവിന്റെ റഹ്മത്ത്.
അപ്പൊ അത് ചോദിച്ചോളി, ഇത് റഹ്മത്തിന്റെ പത്താണ്. മനസ്സിലായില്ല? ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു, നിങ്ങൾ നിരാശരാകരുത്, ആശ മുറിയരുത്, മിൻ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, എല്ലാ ദോഷവും അല്ലാഹു തആല പുറത്തുതരും. എന്തുകൊണ്ട്? ഇന്നഹു, തീർച്ചയായും അവൻ അൽ ഗഫൂർ, ഏറെ പൊറുക്കുള്ളവനും, അർ റഹീം, ഏറെ റഹ്മത്തുള്ളവനുമാണ്. ഈ ആയത്തിന് സഹൽ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്ന തഫ്സീർ, ഇത് സഹലിന്റെ തഫ്സീറാണ്. ഞാൻ എപ്പോഴും ഇടക്കിടക്ക് സഹൽ തങ്ങളെ ഉദ്ധരിക്കുക. സഹൽ വലിയ മഹാനാണ്. അള്ളാഹു അവരെ കൊണ്ട് നമ്മൾ അവരുടെയൊക്കെ അപരിശുദ്ധമായ വിജ്ഞാനം ഉപകരിക്കുന്ന അടിമകളിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. നീ കേട്ടോ സഹലിന്റെ തഫ്സീർ കേട്ടോ, സഹലിന്റെ തഫ്സീർ റളിയല്ലാഹു അൻഹു. ഇതാ കേട്ടോ, قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله. സഹൽ റളിയല്ലാഹു അൻഹു പറയാണ്, അംഹലല്ലാഹു ഇബാദഹു, അല്ലാഹു അവൻ്റെ അടിമകൾക്ക് താമസം ചെയ്തു കൊടുക്കുകയാണ്, തഫല്ലുലൻ മിൻഹു, അവനിൽ നിന്നുള്ള ഔദാര്യമായിട്ട്, ഇല ആഖിരി നഫസിൻ, അവസാനത്തെ ശ്വാസം വരെ. ഇതാണ് ഈ ആയത്തിനുള്ളത്. അവസാനത്തെ ശ്വാസത്തിലും അള്ളാഹുവിനോടെന്ന് പറഞ്ഞാൽ അള്ളാഹു രക്ഷപ്പെട്ടു കൊടുക്കും എന്നാണ് എന്തിൻ്റെ അർത്ഥം? ഈ ആയത്തിനർത്ഥം പറഞ്ഞ മനസ്സിലായില്ല. ഒറ്റ നിസ്കരിച്ചില്ല, ഒരു നോമ്പ് നോറ്റില്ല, മുദ്ദും കൊടുത്തില്ല. ആ നോമ്പ് വെച്ചാൽ മുദ്ദും കൊടുത്തില്ല, നോമ്പ് നോറ്റില്ല. പറ മനുഷ്യ, നോമ്പ് നോറ്റില്ല, മുദ്ദും കൊടുത്തില്ല, നിസ്കരിച്ചില്ല, ഹജ്ജിന് പോയില്ല, ഉംറക്കും പോയില്ല, 10 പൈസ ഒരാൾക്ക് കൊടുത്തതുമില്ല, കെട്ടിപ്പൂട്ടി അവനങ്ങനെ കഴിഞ്ഞുകൂടി. അവസാനം മരിക്കണിൻ്റെ 1 മിനിറ്റ് മുമ്പ് അവൻ അള്ളാഹിനോട് എന്ത് പറഞ്ഞു? അള്ളാഹ്, തെറ്റെയ്തൊക്കെ തെറ്റായിപ്പോയി, പൂർത്തിയറിയാമോ? അപ്പുറം റൂഹ് തൊണ്ടേ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തൗബല്ല. അപ്പൊ റൂഹ് ഇവിടുന്ന വലിക്കുക. ആര്? അസ്രായിൽ. അപ്പൊ തൗബുണ്ട്. അസ്രായിൽ തടിമ കയറി എവിടെ എത്തി? പെരുവേരല്. അപ്പൊ തൗബുണ്ട്. പിന്നെ അവിടുന്ന് കാലിൻ്റെ അവിടേക്ക് ഇങ്ങനെയാണ് കയറി അസ്രായില്, അത് പുറത്തു കൊടുക്കും. പറേ, മസിലിന്റെ അവിടെ കൂടി കയറി അസ്രായിൽ പുറത്തു കൊടുക്കും. തൊടന്റെ അവിടേക്ക് അസ്രായിൽ കയറി പുറത്തു കൊടുക്കും. വയറിന്റെ അവിടേക്ക് കയറി പുറത്തു കൊടുക്കും. നെഞ്ചിന്റെ അവിടേക്ക് എത്തി പുറത്തു കൊടുക്കും. ഇവിടേക്കെത്തി ഞെത്ത ചാട്ടക്കണ്ണിലൂടെ ഇവിടെ എത്തിയില്ലെങ്കിൽ പുറത്തു കൊടുക്കും. ഞെറ്റ ചാട്ടേ ഉള്ളൂ. അപ്പൊ 1 സെക്കൻഡിന്റെ മുമ്പ് വരെയും പുറത്തു കൊടുക്കും. ഇനി ഇവിടുന്ന് ഒറ്റ ചാട്ടം റൂഹ്, അതാണ് കണ്ണ് അടക്കണം എന്ന് പറയുന്നത്. കണ്ണിലൂടെ പുറത്തു പോവാ. മനസ്സിലായോ? പറ, തൊണ്ടയിൽ റൂഹ് എത്തുന്നത് വരെയും അല്ലാഹു തആല പുറത്തു കൊടുക്കും. എന്താണ് റബ്ബ്? നിങ്ങൾ എന്താണ് മനസ്സിലാക്കട്ടെ? നിങ്ങൾ നല്ല നമ്മളൊക്കെ ഈ ഒരു ആയത്തിനനുസരിച്ച് മനുഷ്യനൊരല്പം ചിന്ത ഉണ്ടെങ്കിൽ നരകത്തിലൊരു മനുഷ്യൻ ഉണ്ടാവില്ല. കാരണം ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാവർക്കും കൊടുക്കല്ലേ, തഫദ്ദുലൻ മിൻഹു, അവൻ്റെ ഔദാര്യമായിട്ട് നിസ്കരിച്ചിട്ടല്ല. അതേ ഞാൻ പറഞ്ഞു, മരിക്കണവരെ നിസ്കരിച്ചില്ല. പിന്നെന്തോ ഒരു അസ്വസ്ഥത തോന്നി. ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചിങ്ങനെ ചോറും കഴിച്ച് പല്ല് കുത്തി പോണ ഒരു അസ്വസ്ഥത, അല്ലെങ്കിൽ രാത്രി ചോറ് തിന്ന്, അല്ലെങ്കിൽ ബിരിയാണി തിന്ന്, അല്ലെങ്കിൽ എന്താ പറയാ ചപ്പാത്തിയും ബോട്ടിയും മറ്റേ അല്ലെങ്കിൽ ബീഫൊക്കെ എടുത്ത് തിന്ന് ഒരു ചൂടും പോകാം. എന്തോ പറ്റിയോ എന്നിങ്ങനെ തോന്നി. അവിടുന്ന് പുറപ്പെട്ടിക്കണ്, അതിന്റെ അടയാള പടിക്കാണ്. അപ്പോ ഇവൻ എന്ത് പറഞ്ഞു? റബ്ബേ, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, ജിനിക്കൊക്കെ പുറത്തു തരണോ? ഞാൻ എന്നെ കണ്ടിട്ടാ കുതിര വിട്ട് പുറത്തു തരണോനാ, പുറത്തു തരണോ റബ്ബേ, എന്നെ വിശ്വാസമാണ്, ചിന്നെ വാപ്പാക്കണം റബ്ബേ, റഹ്മത്ത് ചെയ്യണം റബ്ബേ എന്ന് പറഞ്ഞാലും അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഇങ്ങനത്തെ റബ്ബുണ്ടായിട്ട് ഒരാൾ നരകത്ത് പോകണമെങ്കിൽ ഓൻ അത്രയും വിട്ടിയിരിക്കണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നരകത്ത് പോകാനാണ് പാട്, സ്വർഗത്ത് പോകാനല്ല. ഒന്ന് സ്വർഗം നമ്മളെ ജീനിലുണ്ട്, കാരണം നമ്മൾ അവിടുന്ന് പോകുന്നതാണ്. നമ്മളെ ബാപ്പാൻ്റെ മുതുകിൽ നമ്മളുണ്ടായി, ബാപ്പയിലൊക്കെ ചുറ്റിയിടക്കൊണ്ട് നമ്മളവിടെ ഉണ്ട്. അപ്പം നമുക്ക് പരിചയമുണ്ട് എന്ത് സ്വർഗം. ഇപ്പം കൂളിമാട് അങ്ങാടിയിൽ ഒരാൾ അതിരാവിലെ ഒരു 5 മണി 5:30 6 മണി 7 മണിക്ക് വന്ന് കാറ് അപ്പോഴത്തെ ചായ കുടിക്കണം തോന്നിയാൽ ഓൻ എവിടേക്കാ പോവുക? ഏത് ഹോട്ടലിലേക്കാ പോവുക? അവന് മുമ്പ് അവിടെ വന്നപ്പോൾ ചായ കുടിച്ച ഹോട്ടലിലേക്ക്, മനസ്സിലായില്ല?
പണ്ട് അവിടെ വന്നപ്പോൾ ഒരു ചായ കുടിച്ച ഹോട്ടലിൽ കാണാൻ പോവുക. ആ ഹോട്ടലിൽ ചെന്ന് നോക്കുമ്പോൾ അത് അടച്ചിട്ടുണ്ട്. അവിടെ ഹോട്ടലിൻ്റെ ബോർഡ് പോലുമില്ല. അപ്പോഴേ ഇനി വേറൊരു ഹോട്ടൽ അന്വേഷിക്കോളൂ. എന്തുകൊണ്ട്? അതുകൊണ്ട് പരിചയമുണ്ട്. അപ്പൊ നമ്മളെ ജീനിന് പരിചയമുള്ളതാണ് എന്ത്? സ്വർഗം. 2, സ്വർഗം എളുപ്പത്തിൽ കിട്ടും, നരകം ബുദ്ധിമുട്ടേ കിട്ടുള്ളൂ. നരകം കിട്ടണമെങ്കിൽ കള്ളു കുടിക്കണം. ഞങ്ങൾ വല്യാപ്പ ഞങ്ങളും കൂടെ സാമാനം വാങ്ങാൻ പോകും കുട്ടിക്കാലത്ത്. വലിയപ്പ നടക്കും, ഞങ്ങൾ നടക്കും. വലിയപ്പ പടിയും കുത്തി അങ്ങനെ നടക്കും. വലിയപ്പ കാലൊക്കെ വലിപ്പമുള്ള വലിയൊരു മനുഷ്യനെ എൻ്റെ വലിയപ്പ. അങ്ങനെ ഒരു ചീനായി തുണി എടുക്കും, നടക്കും, കുപ്പായിടൂല, അങ്ങനെ നടക്കും. ഞങ്ങൾ വലിയപ്പനൊപ്പം നടക്കും. അപ്പോൾ ഇടക്കര അങ്ങാടികൾ കയറുന്നിടത്ത് അക്കാലത്ത് അങ്ങാടികൾ കയറുന്ന ഭാഗത്ത് കള്ളുഷാപ്പ. അപ്പൊ അവിടെ എത്തിയാൽ അപ്പൊ അവിടെ എത്തിയാ വല്യാപ്പ പറയുന്നു പാഞ്ഞോളിയടാ. വല്യാപ്പ സ്പീഡിൽ നടക്കും, നമ്മൾ പെരുമാറ്റി പോയി. കാരണം ഈ വാസന കണ്ട് സഹിക്കാൻ കഴിയൂല. എന്തിന്റെ പറയണേ? കള്ളിന്റെ വാസന കണ്ട് സഹിക്കാൻ കഴിയൂല. വൃത്തിട്ട വാസന പായും. വല്യാപ്പി പറയും പാഞ്ഞോളിയടാന്ന് പറയും, നമ്മൾ പോയും. ഈ സാധനം കുടിക്കണ്ട് ചങ്ങായി, നരകത്തിലെത്തണമെങ്കിൽ അതൊരു മാതിരി സ്വർഗം തരാറിനും ചെയ്ത് കുടിക്കോ? സ്വർഗത്തിൽ എളുപ്പമുള്ളതാ. എൻ്റെ പെണ്ണുങ്ങളെ ഒപ്പം ആരും പേടിക്കൂല, ആരും വന്ന് വാതിലിൽ മുട്ടൂല, ആരും തന്നെ വാതിലിൽ മുട്ടൂല, ആരും എന്തടച്ച് വാതിലടച്ച് കിടക്കണമെന്ന് ചോദിക്കൂല. കാരണം 2 സാക്ഷി മുഖാതിരം ഇജി നിക്കായ് ചെയ്ത് വാങ്ങിയ പെണ്ണിനുമായിട്ട് ഇജി കിടന്നിറങ്ങുമ്പോൾ ഒരാൾ വാതിലിൽ മുട്ടൂല. അപ്പൊ വളരെ സന്തോഷകരവും വളരെ സമാധാനപരവുമായി ഒരു പെണ്ണിനൊപ്പം കിടന്നിറങ്ങുമ്പോൾ സ്വർഗത്തിൽ പോകും. പേടിച്ച് അടങ്ങാറായി മതിൽ ചാടിപ്പോയാൽ കാൽമക്കോ അപ്പൊ കൊലുകുത്തി കയറി, പിന്നെ 2 ആശുപത്രി കടന്നു, മതിലും കയറി മറിഞ്ഞന്നെ കുണ്ടങ്ങാണ്. അപ്പൊ ബുദ്ധിമുട്ടിയെ എവിടെ എത്തുള്ളൂ? പറയണ ചെങ്ങായി, ബുദ്ധിമുട്ടിയെ എവിടെ എത്തുള്ളൂ? നരകത്തിലെത്തുള്ളൂ. എളുപ്പത്തിലെത്താൻ പറ്റിയ സ്ഥലം സ്വർഗം. അന്തലേശം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ നരകത്തിൽ പോവുക. നരകത്തിൽ ബുദ്ധിമുട്ടാണ് നരകത്തിലെത്താൻ. സ്വർഗം ഉള്ളവരെ എളുപ്പം. 2, നമ്മുടെ ബാപ്പയുടെ പാർത്താണ്. നമ്മുടെ ബാപ്പ മറ്റോടത്ത് പാർത്തിട്ടില്ല. നമുക്ക് തറവാടാണ്. തറവാട്ടിൽ ഇങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞാൽ തന്നെ പോയി പാടി വെക്കണം. എൻ്റെ തറവാട്ടിൽ ഞാൻ കയറാൻ ചെയ്യാനാ. അങ്ങനെ തന്നെയല്ലേ നമ്മൾ സ്വർഗത്തിന്റെ വാതിൽക്കാണ് എത്തുന്ന സമയത്ത് നമ്മളെ ബാപ്പാന്റെ മകൻ മലക്ക് പറയണേ വനക്കോടെ കയറാൻ പറ്റില്ല. പോയി നോക്കി മലക്കളെ, നിങ്ങൾ ഇതൊന്നും തടയാ, ഞങ്ങളാരാ? നമ്മളെ ബാപ്പ ഇവിടുന്ന് വന്നല്ലേ പറഞ്ഞ കുട്ടി. നമ്മളെ ബാപ്പാന്റെ മുതലല്ലേ, നമ്മളെ ബാപ്പാന്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ് എന്ത് സ്വർഗം. മലക്കൊക്കെ വെച്ചാലോ ഓർക്കെന്ത് സ്വർഗം? നമ്മളെ ബാപ്പാന്റെ മുതലല്ലേ. അവിടെ വന്നപ്പോൾ സൗകര്യം സുഖിക്കാനും സൗകര്യപ്പെടുത്തി നമ്മളെ ബാപ്പാക്ക് ഏൽപ്പിച്ചാലും നമ്മളെ ബാപ്പാന്റെ മുതലല്ലേ. നിങ്ങൾ വേറൊരു പണി നോക്കി, ഞങ്ങളെ മുതൽ ഞങ്ങൾ കയറാൻ നിങ്ങളാരാ? ഞങ്ങൾ തറവാടല്ലേ. മലക്കിനും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ബോധം വേണം. ആദം നബിയുടെ മകനാണ് ആദം. മരണം വരെ ചെയ്ത ദുആ റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. മരണം വരെ നിനക്ക് ദുആ വേണം. 1000 കൊല്ലം ആദം എടുത്ത പണി ദുആയാണ്. അതാണ് നിന്റെ പണി. നേടണില്ല, ചിന്തിക്കണം. സഹൽ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹു തന്റെ അടിമകൾക്ക് താമസം ചെയ്തു കൊടുത്തു. തഫല്ലുലൻ മിൻഹു, അവനിൽ നിന്നുള്ള ഔദാര്യമായിട്ട്, ഇലാ ആഖിരി നഫസിൻ, ശ്വാസത്തിന്റെ അവസാനം വരെ, അവസാന ശ്വാസം വരെ, ഒറ്റ ശ്വാസമേ ഉള്ളൂ ടും, അതുവരെയും അല്ലാഹു തആല എന്ത് ചെയ്യും? ദുആ സ്വീകരിക്കും. പിന്നെ എന്താ നമ്മൾ പണി? ദുആ അല്ലാതെ. എന്നാൽ നമ്മൾ എടുക്കാത്ത പണി ഉണ്ടെങ്കിൽ ഏതാ? ദുആ എടുക്കൂല. നിസ്കരിക്കും പായും. എടുക്കേണ്ട പണി എന്താ? ദുആ. ഇന്നിപ്പം നിനക്കൊരു വയറ്റിൽ വേദന വന്നു, ഇത് നോമ്പ് പറ്റില്ല, എന്നാലും എനിക്ക് എന്ത് ചെയ്യാം? വേർക്കാം. അപ്പൊ ഈ ആയത്തൊക്കെ ഓതിയിട്ട്, ഇത്തരം ആയത്ത് ഓതിയിട്ട് ഒരായത്തിൽ നോമ്പ് വെച്ചുകൊള്ളുന്നതാണ്. 2ാമത്തെ ആയത്തിൽ പറഞ്ഞു ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ദിവസം നോറ്റാൽ മതി. 3ാമത്തെ ആയത്തിലും പറഞ്ഞു ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ദിവസം നോറ്റാൽ മതി. മനസ്സിലായില്ല? 183 പറഞ്ഞു നോമ്പ് വെൽക്കണം. 184 പറഞ്ഞു ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ദിവസം നോറ്റാൽ മതി. റമദാനിൽ ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ദിവസം നോച്ചോളിയാം. അതേ വാക്ക് 155 പറഞ്ഞു. എന്ത്?
184 അതന്നെ പറഞ്ഞു. 185 ഒരു വട്ടം നോമ്പ് വെച്ചോന്ന് പറഞ്ഞു. 2 വട്ടം പറഞ്ഞു ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ദിവസം വെച്ചാൽ മതി. എന്നാൽ ദ്വായിൽ പറഞ്ഞോ ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ഏതെങ്കിലും കാലത്ത് പറഞ്ഞാൽ മതി. ദ്വായില് ഇല്ല. മനസ്സിലായില്ല? നിൽക്കാൻ വയ്യ എന്നാ ഇരുന്ന് തകർക്കണം. ഇരിക്കാൻ വയ്യ എന്താ നിസ്കാരം? ദ്വാ. നിസ്കാരം കഴിഞ്ഞാൽ ചെയ്യാനുള്ള എന്താ? ദ്വാ. നിസ്കാരത്തിന് മുമ്പ് ചെയ്യാനുള്ള എന്താ? ദ്വാ. ചെരിഞ്ഞിരുന്നു മലർന്നു വയ്യ, ഇരിക്കപ്പുറത്തില്ല, എന്നാലും എന്ത് ചെയ്യണം? ദ്വാ. ദ്വാക്കൊരവസാനമില്ല. അതാണ് നമ്മൾ മർമ്മം. അപ്പൊ നമുക്ക് ആരിൽ വിശ്വാസമുണ്ട്? അല്ലാഹുവിൽ. വിശ്വാസമില്ലാത്തവൻ ദ്വാരക്കൂല. വിശ്വാസമില്ലാത്തവന് അതാണ് ഈമാൻ. ഒരാൾക്ക് ദ്വാ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ഓൻ ഈമാൻ ഉണ്ടാവും. ദ്വാ ഉണ്ടോ? ഈമാൻ ഉണ്ടാവും. ദ്വാ അല്ലേ അകലെ ഇരിക്കും. ദ്വാ ഇല്ലെങ്കിൽ ഒരു അഹങ്കാരം. നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട് പഠിച്ചു തീർക്കുന്നില്ല, അതൊരു അഹങ്കാരം. നേരെ മറിച്ച് നിസ്കരിച്ചോനും നിസ്കരിക്കാത്തോനും എന്ത് ചെയ്യണം? അല്ലാഹ്. എല്ലാ നിസ്കാരവും നിസ്കരിച്ച മനുഷ്യൻ അള്ളാഹിനോട് അവസാനം പറഞ്ഞത് മഅബുദനാക ഹഖ ഇബാദതിക. അതൊരു ദുആയാണ്. നിനക്ക് ദുആ ഇബാദത്ത് എടുക്കേണ്ട വിധത്തിൽ ഞങ്ങൾ നിനക്ക് ഇബാദത്ത് എടുത്തിട്ടില്ല. ഇബാദത്തൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കണ്ടമാതിരി കൂട്ടിക്കോ. അങ്ങനെയല്ല നബി പറഞ്ഞു മഅബുദനാക. മനസ്സിലായില്ല? എല്ലാ നിസ്കാരവും സുന്നത മൻ അഹ്യൽ ഇല അനിഷ്തകത് ഖദമാ ളുറ മിൻ വറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. എപ്പോഴാണ് ഇത് ബൂസൂരി ഇമാം എഴുതുന്നത്? ഒരു രാത്രി തഹജ്ജുദ് മുടങ്ങിപ്പോയി. അപ്പോൾ പറയാ വലംതു സുന്നത മൻ അഹ്യൽ ളുലാമ. രാത്രിയെ ജയിപ്പിച്ചു. അനിഷ്തകത ഖദമാഹു ളുറ മിൻ വറമി. നീര് കെട്ടി വീർത്തപ്പോൾ കാല് പോലും പറഞ്ഞു ഒന്നെനിക്ക് വിശ്രമം തന്നുകൂടെ. എന്നിട്ടും ആ കാലിനെ പരിഗണിക്കാതെ തഹജ്ജുദ് നിസ്കരിച്ച ആ മനുഷ്യനോട് ഞാൻ അക്രമം കാട്ടിയല്ലോ എന്നാണ് അവരിൻ്റെ അർത്ഥം. ഞാൻ നബിയുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കും നാളെ മഹ്ശറിൽ? കാരണം നബി കാലിൽ നീര് കെട്ടി വീർത്തിട്ടും തഹജ്ജുദ് നിസ്കരിച്ചു. എനിക്ക് തഹജ്ജുദ് മുടങ്ങുകയും ചെയ്തു. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതാണ് വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ കാല് നെട്ടി വീർത്തിട്ട് തഹജ്ജുദ് അടക്കം ഫർളും ഫർളിന്റെ അപ്പുറം ഒക്കെ നിസ്കരിച്ച മനുഷ്യൻ അവസാനം അള്ളാഹിനോട് പറഞ്ഞത് മഅബുദനാക ഹഖ ഇബാദതിക. നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ല. അപ്പൊ ഇബാദത്ത് പൂർത്തിയാക്കാൻ ഒരാൾക്ക് കഴിയില്ല. ഇതൊരു ദുആയാണ്. എന്ത്? മഅബുദനാക, നിനക്ക് ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള ദുആയാണ്. അതിന്റെ അർത്ഥം അതിന്റെ ബാക്കി എന്താ? ഇജ്ജ് മാപ്പാക്കണം. ഒമാ ശക്കർനാക ഹഖ ശുക്രിക. റസൂലുള്ളാഹിന്റെ വാക്കാ. പറയേ മാ ശക്കർനാക ഹഖ ശുക്രിക. നിനക്ക് നന്ദി ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ നന്ദി ചെയ്തിട്ടില്ല. അതിനർത്ഥം മാപ്പാക്കണം. ഒക്കെ അമൽ ചെയ്തിട്ട് അവസാനം നബി പറയണ എന്താ? മാപ്പാക്കണം. അപ്പൊ നമ്മക്കും പറയാനുള്ള എന്താ? മാപ്പാക്കണം. ചെയ്താലും പറയണം മാപ്പാക്കണം, ചെയ്തിട്ടില്ലെങ്കിൽ പറയണം മാപ്പാക്കണം. അവൻ മാപ്പാക്കും ചെയ്യും. കാരണം എന്താ? അവൻ ഈ സ്വർഗം കൊണ്ട് ആർക്കെങ്കിലും കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിരിക്കാണ്. പറഞ്ഞത് മനസ്സിലായില്ല? ഒരുത്തന്റെ കയ്യിൽ പള്ള അടച്ച് പൈസയോട് പൈസ തന്നെ എത്രയും കണക്കില്ല. അങ്ങനത്തെ ഒരുത്തൻ എന്റെ കൂലി എത്ര? 1000. ദേശം കുറച്ചുകൂടെ ചോദിക്കോ? ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങി, ദുബായിന്ന് വന്നാണ് ഇറങ്ങിയാൽ പിന്നെ കാറുകാരനോട് ചോദിക്കോ? എന്നാ പൈസ കൊണ്ട് കുടുങ്ങിയോനാണെങ്കിൽ ചോദിക്കോ എന്ത്? ഒന്ന് കുറച്ചുകൂടെ. നേരെ മറിച്ച് കഞ്ചൂസ് പറയും എന്ത്? 1000 രൂപയാണ് വാടകക്കാരനെ പറയും. 1000 കരിപ്പൂരി നിങ്ങട്ടോ? മനസ്സിലാണ് പറഞ്ഞത്? കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കാണ്. അത്രയാണ്. ദുനിയാവിലുള്ള എല്ലാ കാഫറും മുസ്ലിമും എല്ലാം കൂടെ വന്നാലും സ്വർഗം ബാക്കിയാണ്. പിന്നെ കുറച്ചാളെ വന്നതുള്ളൂ. അപ്പൊ പിന്നെ അവിടെ കഞ്ചൂസിന്റെ കളി നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൻ ബഖീലും അല്ല, വല്ലാത്ത ഔദാര്യവാനാണ്. ആദ്യത്തെ ആയത്തിൽ എന്തേ പറഞ്ഞു? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, കാരുണ്യവാൻ, ഔദാര്യവാൻ. പിന്നെ 5 അഞ്ചായത്തിൽ പറഞ്ഞു ഇഖ്റ വറബ്ബുക്കൽ അക്രം. ഏറ്റവും വലിയ ഔദാര്യവാനാണ് ആര്? നിന്റെ റബ്ബ്. ഏറ്റവും വലിയ ഔദാര്യവാനാണ്. ഏറ്റവും ശിക്ഷിക്കണമെന്നൊരു വാക്കയിലില്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്. ഓതി ആദ്യം ഇറങ്ങിയ 5 ആയത്ത് അതല്ലേ? എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അവിടെ കാര്യം പറഞ്ഞു. പിന്നെ എന്താ വാക്ക്? ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്.
ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ എന്താ അൽ-അക്രം ഇതിന്റെ അർത്ഥം ഏറ്റവും ഔദാര്യവാൻ. ഞാൻ അതിന്റെ മേലെ ഒരു ഔദാര്യവാൻ ഇല്ല. ഔദാര്യവാൻ ഡ്രൈവർക്ക് ടാക്സി ഡ്രൈവർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിട്ട് ഒരു 3-4 കുട്ടികൾ പറഞ്ഞു വന്നു. അപ്പൊ നല്ലവനാണെങ്കിൽ ബാക്കി പൈസ കിസിലിടൂല. എന്താ ചെയ്യാ? ആ മുട്ട കഴിഞ്ഞോളൂ. എന്റെ ഔദാര്യവാനാണ്, നല്ലവനാണ്, പൈസ ബാക്കിയാണ്. അള്ളാഹു എത്രയായിരിക്കും ഔദാര്യം? അവ ആർക്കും കൊടുക്കും, ആർക്കും കൊടുക്കും. ഒന്ന് പറഞ്ഞാ മതി. അമ്മഹലല്ലാഹു ഇബാദഹു, അവന്റെ അടിമകൾക്ക് അള്ളാഹു തആല താമസം ചെയ്തു കൊടുത്തു. തഫദ്ദുലൻ മിന്നു, അള്ളാഹുവിൽ നിന്ന് ഔദാര്യമായിട്ട് ഇല ആഖിരി നഫസിൻ, അവസാന ശ്വാസം വരെ. ഒന്ന് പടച്ചോനെ റബ്ബേ മാപ്പാക്കണേ എന്നൊരു വാക്ക് അവസാന ശ്വാസം പറഞ്ഞതിന്റെ തൊട്ട് മുമ്പൊന്ന് പറഞ്ഞാൽ മതി, രക്ഷപ്പെടും. നമ്മൾ ചില ആളുകളെ വിചാരിക്കും ഓൻ ഉറപ്പായിട്ട് നരകത്തിലേക്ക്. നമ്മൾ സ്വർഗത്തിലെത്തുമ്പോ അവിടെ മനസ്സിലായില്ല, മേശമേൽ പേപ്പറൊക്കെ വിരിച്ച് നമുക്ക് തിന്നാൻ ആദ്യം വന്ന ആളുകൾക്ക് ജ്യൂസില്ലേ? മനുഷ്യന്മാരെ, ഈ ജ്യൂസിനൊക്കെയുള്ള പേപ്പറൊക്കെ വിരിക്കുന്നത് ആരായിരിക്കും? ഇവനെ ഞാൻ കഴിഞ്ഞല്ലോ എത്തിക്കുന്നു. എന്റെ ഇവനൊരു കരച്ചിലായിരുന്നു. നമ്മൾ ആ ജാതി കരച്ചിൽ ജീവിതത്തിൽ കഴിഞ്ഞിട്ടില്ല. വിമർശനെ ഒറ്റ കരച്ചിലാണ്. റബ്ബേ നമ്മൾ നിസ്കരിക്കും കാര്യമില്ല, നമ്മൾ ഒമ്പൽക്കും കാര്യമില്ല, റബ്ബേ എന്ന് കാര്യമില്ല. ഇവൻ അവസാനം കരഞ്ഞു പെരുങ്ങച്ചിലും കരഞ്ഞു. എന്നോടൊരിക്കൽ നമ്മുടെ ബീരാമുഖ്യാജി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, നമ്മൾ ക്ലാസ്സിൽ വന്നിരുന്നത്. അവിടെ കരിൻ്റെ ഓർമ്മല്ല മാഷ ഡോക്ടറെ ഒരു ദിവസം പറഞ്ഞു, നമ്മുടെ നാട്ടിലെ കള്ളുടിയൻ ജുമാന്റെ നേരത്തെ നമ്മൾ ജുമാ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന മനുഷ്യൻ ഈ മനുഷ്യൻ കള്ളുടിച്ച് നടക്കായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാവരും പറയും എൻ്റെ ഒക്കെ അവസ്ഥ കാണാം. എൻ്റെ ഒക്കെ അവസ്ഥ എവിടെയെന്ന് കാണാം. ഞങ്ങൾ ജുമാ നിസ്കരിച്ച് ഇറങ്ങി വരുന്ന നേരത്തും വെള്ളിയാഴ്ച ജുമാന്റെ നേരത്ത് ഈ മുസ്ലിമായ മനുഷ്യൻ അങ്ങാടിയിൽ കരിവന്തിരുത്തി അങ്ങാടിയിൽ കരിവത്തിപ്പുറമൊക്കെ നിൽക്കുമ്പോൾ പല അങ്ങാടി കള്ളുടിച്ചിട്ടുണ്ട്. അപ്പ കള്ളുടിച്ചിട്ടുണ്ട്. ഈ മനുഷ്യനെ അവസാനം വേദന ഇളക്കി. അപ്പൊ ആളുകൾ എല്ലാരും കൂടി ഇട്ട് കൊണ്ടുപോകും, കോയാസ് ആശുപത്രി കൊണ്ടുപോകാം. അപ്പൊ ഇയാൾ അല്ലാ 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 എന്ന് പറയാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ഈ പോക്കിനെ ഈ ജീപ്പ് കിടന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹ് 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 എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ കോയാസ് ആശുപത്രി കൊണ്ടേ ഞങ്ങൾ കടത്തി അവനെ. ഇയാളെ കോയ ഡോക്ടർ തിരക്കിലായിരുന്നു. ഒരു 2-4 മിനിറ്റ് നേരം വൈകി ആര് വന്നപ്പോഴത്തിന്, കോയ ഡോക്ടർ വന്നപ്പോഴത്തിന് ഇയാള് കെൽമേലി മരിച്ചു. ഇവനെ നോക്കിയിട്ടാണ് ഞാൻ എന്ത് പറഞ്ഞിരുന്നത്, എന്റെ കാര്യമൊക്കെ കണ്ട കരിയന്തിരുത്തി മുതൽ ഉറക്കെ ഇന്നോട് വീരാമുട്ടിയാജി പറയാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇയാള് ചെല്ലുന്ന കണ്ടിട്ട് കോയാസ് ആശുപത്രി ഇങ്ങനെ തരിച്ചിക്കുക. ആചാതി ഉറക്കെ എന്നിട്ട് കണ്ണടച്ചു കയറി മരിച്ചു. എന്റെ ഇയാൾക്കണി ഒരു പങ്കെടുത്തിട്ടില്ല. ജുമാ നിർത്താൻ വേണ്ടി പറയല്ല. എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? അള്ളാഹുവേ ആ മനുഷ്യൻ്റെ ഔദാര്യം. ഞാൻ അയാളോട് ചോദിച്ചു, അപ്പം ഇയാൾക്ക് എന്തെങ്കിലും നന്മ ഉണ്ടായിരുന്നു? ഒരാൾ ആശുപത്രി പോയാൽ ഒപ്പടവും, എന്നിട്ട് അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കും. എന്തെങ്കിലും 10 രൂപ കിട്ടിയാൽ അതിനും പോയി കള്ളുടിക്കുകയൊക്കെ ചെയ്യും. എന്നാലും ആ മനുഷ്യനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാതെ മൂപ്പരോട് നിന്ന് പോരില്ല. നമ്മളെ നാട്ടിൽ ആരും ആശുപത്രി കൊണ്ടായാലും മൂപ്പര് സാധനം വരെ അവിടെ ഉണ്ടാവും. അത് നന്മയാണ്. അത് ഹൃദയത്തിൽ കരുണ തന്നെ ചെയ്യുള്ളൂ. അപ്പൊ ആ കരുണ കാരണം അല്ലാഹു തആല അയാളെ തൗഫീഖ് കൊടുത്തു. ഏത് തൗഫീഖ്? ഈ കരിന്തിരുത്തി അങ്ങാടിന്ന് പറയാ കോയാസ് ആശുപത്രി വരെ എന്ത് എല്ലാന് രക്ഷപ്പെടുത്തണേ റബ്ബേ. കോയ ഡോക്ടർ വന്നപ്പോ തണുത്തിക്കണ് കഴിഞ്ഞു. നമ്മൾ വിചാരിച്ചു നല്ല ഉസ്താദേ കാര്യം. ഞാൻ വിചാരിച്ചിന് ഇവനൊക്കെ എന്താണെങ്കിലും ബേസ് തട്ടും, നല്ലവർക്ക് മരിക്കാൻ അവന് കഴിയൂലാണ് ഞാൻ വിചാരിച്ചിരുന്നു. എന്റെ ചിന്താഗതി ഒക്കെ ഞാൻ മാറ്റി. ഇനി നമ്മൾ ദ്വാരക്കാണ് ഓനെപ്പോലെ മരിക്കാൻ. മനസ്സിലായില്ല? നമ്മൾ ദ്വാരക്കാണ് എന്തിന്? പടച്ചോനെ ഇവനെ പോലെ ഇന്നെ മരിപ്പിച്ചോണ്ടാണ്. കാരണം ആജാതി കോയാസ് ആശുപത്രിയിലെ ബിൽഡിംഗ് എങ്ങനെ കുലുങ്ങ ആജാതി കോലത്തിലാണ് എന്ത് ചെയ്യുന്നത്. അവനാണ് ആര്? അല്ലാഹു. അവൻ
അവൻ്റെ അടിമയോട് അത്രയും കരുണയുള്ളവനാണ് അല്ലാഹു. ഇതിനെ തീർക്കാക്കണം, നല്ലോണം മനസ്സിലാക്കണം. ഞാൻ നല്ലോനല്ല എന്ന് ആലോചിക്കണ്ട. ഞാൻ നല്ലോനല്ല, എൻ്റെ റബ്ബ് നല്ലോനാണ്. ഞാൻ സ്വർഗത്തിൽ തന്നെ എത്തും, കാരണം ഞാൻ നല്ലോനല്ല, പക്ഷെ എൻ്റെ റബ്ബ് നല്ലോനാണ്. ഒരു അറാബിയായ കാട്ടറബി ഒരിക്കൽ നബീൻ്റെ അടുത്ത് കയറി വന്നു, എന്നോട് ചോദിച്ചു, ഇന്ന റബ്ബന യുഹാസിബു ബിനഫ്സിഹി യാ റസൂലല്ലാഹ്, അള്ളാഹ് നേരിട്ട് തന്നെയാണോ നമ്മൾ വിചാരണ ചെയ്യാന്ന് ചോദിച്ചു, അത് മലക്കളെ ഏൽപ്പിക്കുക ചോദിച്ചു. അപ്പൊ വിചാരണക്കുള്ള മലക്കളെ ഏൽപ്പിക്കൂല, നേരിട്ട് വിചാരണയാണ്. അയാളോട് ചിരിച്ച് പേരും ചെയ്യും. മനുഷ്യന്റെ അടുത്ത് വന്നൊരു കൊല്ലം ചിരിക്കണം എന്തിനാ? നിങ്ങൾ പറഞ്ഞില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ടാണ് മലക്കളെ വിചാരണ ഉള്ള മലക്കളെ ഏൽപ്പിക്കൂല. എനിക്ക് അതാണ് പേടി. എന്ത് മലക്കളെ ഏൽപ്പിച്ചാൽ എനിക്ക് പേടിയാ, പഠിച്ചോൻ എനിക്ക് പേടിയില്ല. ഇന്നൽ കരീമ ഇന്നൽ യഅഫു, അവൻ ഔദാര്യവാനാണ്, അവൻ എന്താണെങ്കിലും മാപ്പ് ചെയ്യും. ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചാൽ പേടിക്കുന്നുള്ളൂ, ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കൂലല്ലോ വിചാരണ. ഇല്ല, എന്നാ പേടിയില്ല, എന്നാ എനിക്ക് പേടിയെന്നല്ല, ഞാൻ പാടത്ത് പണിക്കുക, ഞാൻ പോകുക, ഞാൻ അത് പോകാൻ എനിക്കങ്ങനെ കൂടെ നിൽക്കാൻ നേരമില്ല. ഇന്നൽ കരീമ യഅഫു, മാന്യനാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യും. എൻ്റെ റബ്ബ് മാന്യനുമല്ല, ഏറ്റവും വലിയ മാന്യനാ. ഇഖ്റഉ റബ്ബുക്കൽ അക്രം. ഇങ്ങനത്തെ പറയാനുള്ളത്. അതുകൊണ്ട് റഹ്മത്തിൻ്റെ പത്താണ്. ഇനി നമ്മൾക്ക് അടുത്ത ആഴ്ച ഇരിക്കുമ്പോൾ ഇത് മാറും. അതുകൊണ്ട് ചോദിച്ചാണ് വാങ്ങിക്കളി. അള്ളാഹു തല തൗഫീഖ് തരട്ടെ. അള്ളാഹു അവൻ്റെ ഇഷ്ടപ്പെട്ടവൻ. ഈ ഒരു ഈ വയൽ പറഞ്ഞവനും ഈ വയൽ കേട്ടവനും അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾ മരിച്ചതുപോലെ ഉറക്കക്കേറി മേലി മരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് മൂടിയിട്ട് സന്തോഷമായി അള്ളാഹുവിൻ്റെ വൽപ്പത്തരം ആസ്വദിച്ച് സ്വർഗത്തിൽ അനുഭവിക്കാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅൻ, എല്ലാ ദോഷം പുറത്തു തരുമെന്ന് പറഞ്ഞ ആ വാഗ്ദത്തം അള്ളാഹു തആല നമ്മളെ എല്ലാ ദോഷം പുറത്തു തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ.